മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ രാഹുവിൻ്റെ രാശിമാറ്റവും അത് കന്നി രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത്. ഇപ്പോൾ രാഹു നിൽക്കുന്നത് നിങ്ങളുടെ 7ാം ഭാവത്തിലാണ്, അതായത് മീനം രാശിയിൽ. ഇവിടെ നിന്നും മെയ് 18 തീയതി ഞായറാഴ്ച വൈകിട്ട് ഏകദേശം 4:30 മണിക്ക് രാഹു കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. മാർച്ച് 29 തീയതി ശനി മീനം രാശിയിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ശനിയും രാഹുവും ചേർന്ന് പിശാചി യോഗം നിർമ്മിക്കുന്നതായിരിക്കും. ഏകദേശം 50 ദിവസത്തോളം പിശാചി യോഗം നടക്കുന്നതായിരിക്കും. അതായത് മാർച്ച് 29 തീയതി മുതൽ മെയ് 18 തീയതി വരെ. മെയ് 18 തീയതി രാഹുവിൻ്റെ രാശിമാറ്റം സംഭവിക്കുമ്പോൾ പിശാചി യോഗവും അവസാനിക്കുന്നതായിരിക്കും. ഈ യോഗത്തിൻ്റെ അശുഭഫലങ്ങൾ എല്ലാ 12 രാശിക്കാർക്കും അനുഭവപ്പെടുന്നതായിരിക്കും. ശനിയുടെയും രാഹുവിൻ്റെയും സന്ധി കാരണം നിർമ്മിതമാകുന്ന ഈ പിശാചി യോഗം ഏകദേശം 11 വർഷത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാകുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം തുലാം രാശിയിലായിരുന്നു ഈ യോഗം നടന്നത്. അതായത് 2012-13 തുലാം രാശിയിൽ ശനിയും രാഹുവും ഏകദേശം ഒരു വർഷത്തോളവും ഒന്നിച്ചായിരുന്നു നിന്നിരുന്നത്. ഈ സമയത്ത് അവിടെ പിശാചി യോഗവും നടന്നതായിരുന്നു. 2025 ശേഷം 2036 കർക്കടകം രാശിയിൽ ശനിയും രാഹുവും ഒന്നിച്ചു നിൽക്കുന്നതും വീണ്ടും പിശാചി യോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും. പിശാചി യോഗം കന്നി രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്ന് നമുക്ക് നോക്കാം. കന്നി രാശിക്കാരുടെ 7ാം ഭാവത്തിലാണ് ശനിയും രാഹുവും സന്ധിക്കുന്നതും പിശാചി യോഗം നിർമ്മിതമാകുന്നതും. ശനിയുടെയും രാഹുവിൻ്റെയും 7ാം ദൃഷ്ടി പതിക്കുന്നതും നിങ്ങളുടെ രാശിയിലായിരിക്കും. ഈ സമയത്ത് കന്നി രാശിക്കാർ നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിക്കണം. കാരണം ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. അതുപോലെ ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. പ്രേമബന്ധങ്ങളിലുള്ളവരും ഈ സമയത്ത് വളരെ സൂക്ഷിച്ചു വേണം തമ്മിൽ സംസാരിക്കുവാനും പെരുമാറുവാനും. പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ തമ്മിൽ ഒത്തൊരുമിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ. അല്ലാത്ത പക്ഷം ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ഈ സമയത്ത് ആരോഗ്യസ്ഥിതികൾ മെയിൻറ്റെയിൻ ചെയ്യുവാൻ വേണ്ടി പുറത്തു നിന്നുമുള്ള ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും, പ്രത്യേകിച്ചും ഫാസ്റ്റ് ഫുഡും മറ്റും. ഇനി രാഹു കുംഭം രാശിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. രാഹു മെയ് 18 തീയതി കുംഭം രാശിയിലെ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 3ാം ഭാവത്തിലേക്കായിരിക്കും പ്രവേശിക്കുന്നത്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ 2025 നവംബർ 23 തീയതി വരെ രാഹു നിൽക്കുന്നതുമായിരിക്കും. പൂരുരുട്ടാതി ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ്. അതിനാൽ ഗുരുവിൻ്റെ ശുഭഫലങ്ങളും രാഹു മുഖാന്തരം ലഭിക്കുന്നതായിരിക്കും. 6ാം ഭാവത്തിൽ രാഹു രാജയോഗ തുല്യമായ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ഈ സമയത്ത് നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും കോമ്പറ്റീറ്റേഴ്സും മറ്റും നിങ്ങൾക്ക് ഹാനികൾ വരുത്തുന്നതിൽ പരാജയപ്പെടുന്നതായിരിക്കും. കടബാധ്യതകളിൽ കുറവ് വരുവാൻ സഹായിക്കുന്നതായിരിക്കും. കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അതിൽ തീരുമാനങ്ങൾ ഉണ്ടാകുവാനും സാധ്യതകളുണ്ട്. കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. ഗവൺമെൻറ് ടെൻഡറുകളും മറ്റ് കോൺട്രാക്റ്റ് വർക്കുകളും മറ്റും ചെയ്യുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും. ഡോക്ടർ, വക്കീൽ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ആർക്കിടെക്റ്റ് മാതിരി പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും അതുകൂടാതെ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവരുടെയും ദൈനംദിന വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും. ഇവിടെ കന്നി രാശിക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്,
ഈ സമയത്ത് ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. അതുപോലെ ഗുരു ലിവറിൻ്റെ കാരകനാണ്. ഗുരുവിൻ്റെ നക്ഷത്രത്തിൽ രാഹു നിൽക്കുന്നത് ചിലപ്പോൾ ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇനി രാഹുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. രാഹുവിൻ്റെ 5ാം ദൃഷ്ടി 10ാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. ഈ സമയത്ത് രാഹുവിൻ്റെ ശുഭഫലങ്ങൾ കരിയറിൽ ലഭിക്കുന്നതായിരിക്കും. പ്രൊമോഷൻ, ഇൻക്രിമെൻ്റ് എന്നിവ പ്രതീക്ഷിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും. മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കും ഇത് വളരെ അനുകൂല സമയമായിരിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും പൊതുജനപ്രീതി വർദ്ധിക്കുന്നതും പാർട്ടിയിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. രാഹുവിൻ്റെ 7ാം ദൃഷ്ടി പതിക്കുന്നത് 12ാം ഭാവത്തിലാണ്. ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. വിദേശത്ത് ഉപരിപഠനത്തിനോ ജോബിനോ അതല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായോ മറ്റും പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നാട്ടിൽ നിന്നും ശുഭവാർത്തകളും പ്രതീക്ഷിക്കാവുന്നതാണ്. രാഹുവിൻ്റെ ദൃഷ്ടി 12ൽ പതിക്കുമ്പോൾ ചിലവുകളും വർദ്ധിക്കുന്നതായിരിക്കും. അതിനാൽ ഈ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. രാഹുവിൻ്റെ 9ാം ദൃഷ്ടി ധനസ്ഥാനമായ 2ാം ഭാവത്തിലാണ് പതിക്കുന്നത്. കടബാധ്യതകൾ കുറയ്ക്കുവാനും ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുവാനും പൈസ ചിലവാകുന്നതിനാൽ ഈ സമയത്ത് പൈസ അധികം സേവ് ചെയ്യുവാൻ സാധിക്കുന്നതല്ലായിരിക്കും. എങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതുമല്ലായിരിക്കും. പൊതുവെ രാഹുവിൻ്റെ ഈ രാശിമാറ്റം കന്നി രാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.